Today we are going to study the last unit of the course BSOE 148, that is social stratification. The last unit, that is the 12th unit, is about cultural and social reproduction. What are the objectives of this lesson? After reading this unit, you will be able to understand the class and culture as a form of social stratification, conceptualize the concept of cultural and social reproduction, contextualize the various traditions of cultural and social reproduction, examine the dialectic relationship between habitus and field, then at last understand the interface between education and cultural reproduction. Okay, let us go to the introduction part. In the previous unit of this block, we have looked at how social stratification leads to a division in the society in terms of factors such as wealth, power and prestige. അപ്പോൾ എങ്ങനെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നതെന്ന്, അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് വെൽത്ത്, പവർ ആൻഡ് പ്രസ്റ്റീജ്, ഈ ഫാക്ടേഴ്സ് മുഖാന്തരം സൊസൈറ്റിയിൽ സ്ട്രാറ്റിഫിക്കേഷൻ എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ്. ഇനി മെമ്പേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ സ്ട്രാറ്റം ഹാവ് കോമൺ ഐഡൻറ്റിറ്റി, സിമിലർ ഇൻട്രസ്റ്റ് ആൻഡ് സിമിലർ ലൈഫ് സ്റ്റൈൽ. അപ്പം മെമ്പേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ സ്ട്രാറ്റം, ഒരു പ്രത്യേക സ്ട്രാറ്റത്തിലുള്ള ആളുകൾക്ക് ദേ വിൽ ഹാവ് എ കോമൺ ഐഡൻറ്റിറ്റി, അവർക്കൊരു പൊതു സ്വഭാവം ഉണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി, സിമിലർ ഇൻട്രസ്റ്റ്, സിമിലർ ലൈഫ് സ്റ്റൈൽ എല്ലാം ഉണ്ടാവും. അപ്പം അതുപോലെ തന്നെ ആസ് മെമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്, ഇനി വിഭിന്ന സോഷ്യൽ ഗ്രൂപ്പ്സിലാണെങ്കിൽ ദേ എൻജോയ് ഓർ സഫർ, ഒന്നില്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സഹിക്കേണ്ടതായിട്ട് വരും. എന്താണിത്? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിവാർഡ്സ് ഇൻ സൊസൈറ്റി, സൊസൈറ്റിയിലെ അൺഈക്വൽ ആയിട്ടുള്ള അസന്തുലിതമായിട്ടുള്ളത്, തുല്യമല്ലാത്ത രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിവാർഡ്സ്, പ്രതിഫലങ്ങൾ വിഭിന്ന രീതിയിൽ തുല്യമായിട്ട് വിഭജിക്കാത്തതിൻ്റെ മേന്മ എൻജോയ് ചെയ്യുകയോ അതല്ലെങ്കിൽ സഫർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം രണ്ട് തരം ആളുകളുണ്ട്. ഒരു മെമ്പേഴ്സ് ഓഫ് എ പർട്ടിക്കുലർ സ്ട്രാറ്റം ഹാവ് കോമൺ ഐഡൻറ്റിറ്റി. അപ്പോൾ പർട്ടിക്കുലർ സ്ട്രാറ്റത്തിൽ, ഒരു പ്രത്യേക സ്ട്രാറ്റത്തിലുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു കോമൺ ഐഡൻറ്റിറ്റി ഉണ്ടാവും, സിമിലർ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ സിമിലർ ലൈഫ് സ്റ്റൈലും ഉണ്ടാവും. പക്ഷേ മെമ്പേഴ്സ് ഓഫ് എ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്, അതുപോലെ അവർ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സിലാണെങ്കിൽ ദേ എൻജോയ് ഓർ സഫർ, ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സഫർ ചെയ്യാണ്ട് വരും. അങ്ങനെയാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിവാർഡ്സ് ഇൻ സൊസൈറ്റി, സൊസൈറ്റിയിലെ റിവാർഡ്സ് അത് എപ്പോഴും ഈക്വൽ അല്ല, അൺഈക്വൽ ആണ്. അപ്പോൾ അത് ചിലവർക്ക് അത് സന്തോഷമുള്ളതായിരിക്കും, മറ്റുള്ളവർക്ക് അത് ദുഃഖാവസ്ഥ നൽകുന്നതായിരിക്കും. വി ഹാവ് ഓൾസോ ലുക്ക് ദാറ്റ് ഹൗ സോഷ്യൽ മൊബിലിറ്റി റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സോഷ്യൽ സ്ട്രാറ്റം ടു അനദർ സോഷ്യൽ സ്ട്രാറ്റം. അപ്പോൾ വി ഹാവ് ഓൾസോ ലുക്ക് ദാറ്റ് സോഷ്യൽ മൊബിലിറ്റി റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് മൂവ്മെൻറ്റ് ഫ്രം വൺ സോഷ്യൽ സ്ട്രാറ്റം ടു അനദർ സോഷ്യൽ സ്ട്രാറ്റം. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ റെഫർ ചെയ്യണതെന്ന് നമ്മൾ കണ്ടു. ഒരു സോഷ്യൽ സ്ട്രാറ്റത്തിൽ നിന്ന് മറ്റൊരു സോഷ്യൽ സ്ട്രാറ്റത്തിലേക്കുള്ള ആ മൂവ്മെൻറ്റ്, അതിനെയാണ് വി കോൾ ഇറ്റ് ആസ് സോഷ്യൽ മൊബിലിറ്റി. ഇറ്റ് ഈസ് ജനറലി അസ്യൂംഡ് ദാറ്റ് സോഷ്യൽ മൊബിലിറ്റി ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ഇൻ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി ദാൻ ഇൻ പ്രീ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റീസ്. അപ്പോൾ ഇറ്റ് ഈസ് ജനറലി അസ്യൂംഡ്, പൊതുവായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മൊബിലിറ്റി സിഗ്നിഫിക്കൻ്റ്ലി ഹയർ. അങ്ങനെ ഒരു അസംഷൻ ഉണ്ട്. സോഷ്യൽ മൊബിലിറ്റി സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ആയിട്ടുള്ളത് ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റീസിലാണ് ദാൻ ഇൻ പ്രീ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി. പ്രീ ഇൻഡസ്ട്രീരിയൽ വ്യവസായവൽക്കരണത്തിന് മുമ്പുണ്ടായ സൊസൈറ്റിയെക്കാളും സോഷ്യൽ മൊബിലിറ്റി കൂടുതലായിട്ട് നടക്കുന്നത് ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റിയിലാണെന്ന് ഒരു ഊഹം നിലനിൽക്കുന്നുണ്ട്. സോഷ്യൽ മൊബിലിറ്റി ലെവൽസ് റിവീൽസ് ദ സ്കോപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ ടാലൻറ്റ് ആൻഡ് റിവാർഡ്സ് ഫോർ ദ ജെനുവിൻ എഫേർട്സ്. അപ്പോൾ സോഷ്യൽ മൊബിലിറ്റി നൽകുന്നത് എപ്പോഴും ഒരു സ്കോപ്പ് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾക്കുള്ള ഒരു പ്രത്യാശ നൽകുന്നുണ്ട്. ഫോർ ടാലൻറ്റ് ആൻഡ് റിവാർഡ്സ് ഫോർ ദ ജെനുവിൻ എഫേർട്സ്, ശരിയായിട്ടുള്ള എഫേർട്സ് ഉള്ളവർക്ക്
ടാലൻസ് ഉള്ള ആളുകൾക്ക് അനുകൂലമായിട്ട് നല്ല രീതിയിലുള്ള റിവാർഡ്സ് ലഭിക്കുന്ന സംഗതിയാണ് സോഷ്യൽ മൊബിലിറ്റി. സോ ഓൺ ദ വൺ ഹാൻഡ് ഇറ്റ് ഈസ് വിറ്റൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ക്ലാസ് സ്ട്രക്ചർ ഓഫ് എനി സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് സ്ട്രക്ചർ, ഏത് സൊസൈറ്റിയുടെയും ഒരു ക്ലാസ് സ്ട്രക്ചർ മനസ്സിലാക്കാനായിട്ട് അവിടുത്തെ സോഷ്യൽ മൊബിലിറ്റി എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ആൻഡ് ഓൺ ദ അതർ, അതുപോലെ തന്നെ ഇൻ ഡിറ്റർമിങ് ഹൗ മെറിറ്റോക്രാറ്റിക് എ സൊസൈറ്റി എത്ര മെറിറ്റോക്രാറ്റിക്, അതായത് അവിടെയുള്ള ആളുകളെല്ലാം ശരിയായിട്ടുള്ള മെറിറ്റ് അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്, അവിടെയുള്ള അവസരങ്ങളൊക്കെ മെറിറ്റോക്രാറ്റിക്കലി ഫിൽഡ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് അവിടുത്തെ ആ സോഷ്യൽ മൊബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ നോക്കിയാൽ മതി. Therefore, in this unit, we will focus on that how the cultural and social reproduction in the social world leads to easy and effective social mobility of the members of the dominant class. അപ്പോൾ therefore, in this unit we will focus on, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് that how the cultural and social reproduction, കൾച്ചറലും അതുപോലെ സോഷ്യൽ റീപ്രൊഡക്ഷൻ ഇൻ ദ സോഷ്യൽ വേൾഡിലുള്ള കൾച്ചർ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ ലീഡ്സ് ടു ഈസി ആൻഡ് എഫക്റ്റീവ് സോഷ്യൽ മൊബിലിറ്റി. ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് ഈസി ആയിട്ടുള്ളതും എഫക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ മൊബിലിറ്റിയാണ് നൽകുന്നത് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഡൊമിനൻ്റ് ക്ലാസ്സിൽ അധികാരത്തിലുള്ള ക്ലാസ്സുകളിലെ മെമ്പേഴ്സിന് സോഷ്യൽ മൊബിലിറ്റി ശരിയായിട്ടുള്ള രീതിയിലുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്. അവിടെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് ഈ സോഷ്യൽ വേൾഡിൽ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ അധ്യായം നമ്മളെ സഹായിക്കുന്നുണ്ട്. മെനി ഓഫ് ദ സോഷ്യോളജിസ്റ്റ് ഹാവ് സീൻ ക്ലാസ് സ്ട്രക്ചർ ആസ് ലീഡിങ് ടു ക്ലാസ് ആക്ഷൻ. അപ്പം നമ്മളിൽ മിക്കവാറും സോഷ്യോളജിസ്റ്റ് ഹാവ് സീൻ ക്ലാസ് സ്ട്രക്ചർ ആസ് ലീഡിങ് ടു ക്ലാസ് ആക്ഷൻ ത്രൂ ഗിവിങ് റൈസ് ടു എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്ലാസ് കോൺഷ്യസ്നെസ്. അപ്പോൾ ക്ലാസ് സ്ട്രക്ചറിൽ നിന്നാണ് ഒരു ക്ലാസ് ആക്ഷൻ ലീഡ് ചെയ്യുന്നത്. സ്ട്രക്ചർ ആസ് ലീഡിങ് ടു ക്ലാസ് ആക്ഷൻ, ക്ലാസ് സ്ട്രക്ചറിൽ നിന്ന് ക്ലാസ് ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഈ ക്ലാസ് ആക്ഷനിലുള്ള ആ കൂട്ടരുടെ ഇടയിൽ ഒരു ക്ലാസ് കോൺഷ്യസ്നെസ്സും നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മെനി സോഷ്യോളജിസ്റ്റ് ഹാവ് സീൻ ക്ലാസ് സ്ട്രക്ചർ ആസ് ലീഡിങ് ടു ക്ലാസ് ആക്ഷൻ. അപ്പോൾ ക്ലാസ് സ്ട്രക്ചർ, ക്ലാസിൻ്റെ ഘടന ക്ലാസ് ആക്ഷനിലേക്ക്, ആ ഘടന എങ്ങനെയുള്ളതാണ് അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലാസ് ആക്ഷൻ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കപ്പെടും. അപ്പം അങ്ങനെയുള്ള ആ വർഗത്തിലെ ആ വർഗബോധം, ആ വർഗഘടനയിലുള്ള വർഗ പ്രവർത്തനത്തിന് ഒരു തരം വർഗബോധം തന്നെ അവരിൽ സൃഷ്ടിക്കപ്പെടും. അപ്പം മെനി ഓഫ് ദ സോഷ്യോളജിസ്റ്റ് ഹാവ് സീൻ class structure as leading to class action through giving rise to a particular type of class consciousness. Most of the work which discussed about class identity have emphasized on cultural differences. അപ്പോൾ most of the work which discussed about class identity ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മിക്കവാറും വർക്കുകളെല്ലാം have emphasized on കൾച്ചറൽ ഡിഫറൻസസ്. അത് മിക്കവാറും മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് കൾച്ചറൽ ഡിഫറൻസസ് അനുസരിച്ചാണ്. കൾച്ചറൽ ഡിഫറൻസസ് അനുസരിച്ച് അവരുടെ ക്ലാസ് ഐഡൻറ്റിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും, അവരുടെ പ്രവർത്തന രീതിയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ദീസ് കൾച്ചറൽ ഡിഫറൻസ് ഡിനോട്ട് പർട്ടിക്കുലർലി ഡിഫറൻസസ് ഇൻ ടേസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഈ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? ഡിനോട്ട് പർട്ടിക്കുലർലി ഡിഫറൻസസ് ഇൻ ടേസ്റ്റിലുള്ള വ്യത്യാസം, അതേപോലെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസം. ഗ്രൂപ്പ്സ് ഇൻ ദ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റത്തിലുള്ള ഗ്രൂപ്പുകളിലെ ടേസ്റ്റിനും ആ ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്ന ആളുകളിലുള്ള ടേസ്റ്റിലും ലൈഫ് സ്റ്റൈലിലും ഉള്ള വ്യത്യാസങ്ങളാണ് കൾച്ചറൽ ഡിഫറൻസസ് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ദീസ് കൾച്ചറൽ ഡിഫറൻസ് ഡിനോട്ട് പർട്ടിക്കുലർലി ഡിഫറൻസസ് ഇൻ ടേസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഇൻ ദ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം. ഇനി കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ, ദ മാർക്സിസ്റ്റ് ട്രഡീഷൻ അനുസരിച്ച് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ്റെ
ചിന്താഗതി എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് കാറൽ മാർക്സ്, വേജസ് ജനറേറ്റ് ആൻഡ് ക്രിയേറ്റ് എ ഡിസ്റ്റോറേറ്റ് ഇമേജ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ഇൻ ദ മാർക്കറ്റ് എരീന. അപ്പോൾ ഇൻ ദ ഒപ്പീനിയൻ ഓഫ് കാറൽ മാർക്സിന്റെ അഭിപ്രായത്തിൽ വേജസ് എന്ന് വെച്ചാൽ കൂലി, ആ വേജസ് ജനറേറ്റ്, ഇത് എന്താണ് ജനറേറ്റ് ചെയ്യണം? ജനറേറ്റ് ആൻഡ് ക്രിയേറ്റ് എ ഡിസ്റ്റോറേറ്റഡ് ഇമേജ് ഓഫ് ദ, ഒരു വികലമായ ദുഷിച്ച രീതിയിലുള്ള ഒരു ഇമേജാണ് ഉണ്ടാക്കുന്നത്. എന്തിലാണ്? ദ റിലേഷൻ ബിറ്റ്വീൻ പീപ്പിൾ ഇൻ ദ മാർക്കറ്റ് എറീനയിലുള്ള ആളുകളുടെ ബന്ധങ്ങളിൽ ഒരു വികലമായിട്ടുള്ള ഒരു ഇമേജാണ് പതിപ്പിക്കുന്നത് ഈ വേജസ് എന്നുള്ള കാര്യം. There emerge mainly two classes on the basis of the ownership and non-ownership of means of production. അതായത് ഈ ക്ലാസ്സുകളുടെ ഇടയിൽ ഓണർഷിപ്പും നോൺ ഓണർഷിപ്പും, അതായത് രണ്ട് തരം ക്ലാസ്സുകളുണ്ട് സൊസൈറ്റിയിൽ അന്നാണ് മാർക്സ് പറയണ. അത് ആ ഒരു കൂട്ടര് ഉള്ളവരും മറ്റവരും ഇല്ലാത്തവരും, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, അല്ലെങ്കിൽ ആ ഓരോ കാര്യത്തിന്റെ ഓണർഷിപ്പ് ഉള്ളവർ കുറെ പേര്, മറ്റവർ നോൺ ഓണർഷിപ്പ് ഇല്ലാത്തവർ, ഉടമസ്ഥാവകാശം ഉള്ളവരും ഉടമസ്ഥാവകാശം ഇല്ലാത്തതുമായിട്ടുള്ള രണ്ട് കൂട്ടരാണ് ഈ പ്രൊഡക്ഷൻ വേൾഡിൽ ഉള്ളത്. ദ വൺ ഗ്രൂപ്പ് ഹൂ ഈസ് ഹാവിങ് ദ ഓണർഷിപ്പ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫർ വേജസ് ടു ദ വർക്കിംഗ് ഗ്രൂപ്പ്. അപ്പോൾ ഓണർഷിപ്പ് ഉള്ള ആ വർഗം അവര് മറ്റു വർഗക്കാർക്ക് അവരുടെ ജോലിക്കനുസരിച്ചിട്ടുള്ള കൂലി കൊടുക്കുന്നു. ജോലിക്ക് പകരമായിട്ട്, അവരുടെ തൊഴിലിന് പകരമായിട്ട്, അനുസരിച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല, അവരുടെ തൊഴിലിന് പകരമായിട്ട് അവർക്ക് കൂലി നൽകാറുണ്ട്. ഇൻ റിട്ടേൺ ഓഫ് ദെയർ ലേബർ. മാർക്സ് ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് wages are means of a fair exchange for the consumption of labor, but in essence this labor power is generating the surface value for its consumers. അപ്പൊ മാർക്സ് പറയണത് that it appears that wages are means of a ഫെയർ എക്സ്ചേഞ്ച്, ഒരു ഫെയർ എക്സ്ചേഞ്ച് ആണ് വേജസ് എന്ന് പറയുന്നത്. ഒന്നിന് പകരം വേറെ ഒന്ന് കൊടുക്കുക, ഫോർ ദ കൺസപ്ഷൻ ഓഫ് ലേബർ. അപ്പൊ തൊഴിലിനെ ഉപഭോഗം ചെയ്തിട്ട് അതിന് ബദലായിട്ട് ഒരു സംഗതി കൊടുക്കുക, അതിനെയാണ് വേജസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ വേജസ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഉപഭോഗം ചെയ്യുന്ന ആളുകൾക്ക് ശരിക്ക് പ്രവർത്തിക്കനുസരിച്ചിട്ടുള്ള കൂലിയല്ല അവര് കൊടുക്കുന്നത്, ഉപഭോഗം ചെയ്യുന്ന ആളുകൾ. മാർക്സ് ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് വേജസ് ആർ മീൻസ് ഓഫ് എ ഫെയർ എക്സ്ചേഞ്ച് ഫോർ ദ കൺസപ്ഷൻ ഓഫ് ലേബർ, ബട്ട് ഇൻ എസൻസ് ദിസ് ലേബർ പവർ ഈസ് ജനറേറ്റിംഗ് ദ സർഫസ് വാല്യൂ ഫോർ ഇറ്റ്സ് കൺസ്യൂമേഴ്സിന് സർപ്ലസ് വാല്യൂസ് നൽകുന്ന ഒന്നാണ് ഈ ലേബർ പവർ എന്ന് പറയുന്നത്. തൊഴിലാളിയുടെ തൊഴിലെന്ന് പറയുന്നത് എപ്പോഴും ആ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ കൺസപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ സർപ്ലസ് വാല്യൂ നൽകുന്നുണ്ട്. അതായത് ഈ വാല്യൂ, അതായത് വേജിന് ലേബറിന് അനുസരിച്ചിട്ടുള്ള വേതനമല്ല അവർക്ക് ലഭിക്കുന്നത്, ആ വേതനത്തിൽ ഒത്തിരി ലാഭം ആ മുതലാളികൾ അതിൽ കൂടി നേടുന്നുണ്ട്. അതാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. Therefore, in true sense, this wage relation is a relation of exploitation, and whatever efforts take place for changing the wage condition through the efforts of the trade union bargaining, wage increases, improved conditions of service, the mechanism of exploitation would be always reproduced. അപ്പോൾ മാർക്സിന്റെ അഭിപ്രായത്തിൽ ഇൻ ട്രൂ സെൻസ് ദിസ് വേജ് റിലേഷൻ ഈസ് എ റിലേഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. ഈ വേജ് റിലേഷൻ എന്ന് പറയുന്നത് അത് നല്ലൊരു റിലേഷൻ അല്ല, അത് ചൂഷണത്തിന്റെ റിലേഷൻ ആണെന്നാണ് മാർക്സ് പറയുന്നത്. ആൻഡ് വാട്ട് എവർ എഫോർട്സ് ടേക്സ് പ്ലേസ് ഫോർ ചേഞ്ചിങ് ദ വേജ് കണ്ടീഷൻ മാറ്റാൻ വേണ്ടി എത്ര എഫോർട്ട് എടുത്താലും പലപ്പോഴും ട്രേഡ് യൂണിയൻ ബാർഗെയിൻ ചെയ്യാൻ വരും, വേജ് ഇൻക്രീസ് ചെയ്യണം, അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരോ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിലും അവിടെ ശരിയായിട്ടുള്ള ഒരു മാറ്റമല്ല നടക്കുന്നത്, അവിടെ ഒരു ചൂഷണ വ്യവസ്ഥിതിയാണ് നടക്കുന്നത്. ദ മെക്കാനിസം ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ വുഡ് ബി ഓൾവേസ് റീപ്രൊഡ്യൂസ്ഡ്. അപ്പൊ അവിടെ നിലനിന്നിരുന്ന ചൂഷണ പ്രക്രിയ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യണത്. സോ അക്കോർഡിംഗ് ടു മാർക്സ്, ദ കമ്പോണൻസ് ഓഫ് എ മാർക്കറ്റ് കൾച്ചർ ആർ റീപ്രൊഡ്യൂസ്ഡ് സച്ച് ദാറ്റ് ദ റിയൽ റിലേഷൻസ് ദാറ്റ്
befit the old order remain intact and hidden. അപ്പൊ മാർക്സ് പറയണ പല പരിഷ്കാരങ്ങൾ വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ പുറകിലൊക്കെ ആയിട്ട് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്, ഈ തട്ടിപ്പും സൂത്രങ്ങളും പഴയ വ്യവസ്ഥിതിയും വീണ്ടും അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് കാണാമെന്നാണ് കാറൽ മാർക്സ് പറയണത്. ലൂയിസ് This concept of interpolation precisely offered the emergence of cultural identity through the cultural and social reproduction. In interpolation is a process in which we encounter our cultural values and internalize and assimilate them. അപ്പോൾ interpolation എന്ന് പറയുന്നത് it is a process in which we encounter our cultural values, നമ്മുടെ cultural values internalize ചെയ്യുകയും assimilate ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് interpolation എന്ന് പറയുന്നത്. One's position in a particular relationship with power is decided by acceptance or non-acceptance of culture's given attitudes. The most prominent example of interpolation, അപ്പോൾ interpolation ഏറ്റവും ഒരു prominent example ഇവിടെ തന്നിട്ടുണ്ട്. Could be the typical male and female role that are assigned by the society from a very early age. വളരെ പുരാതന കാലം മുതലേ ഒരു ടിപ്പിക്കൽ പുരുഷൻ എങ്ങനെ ഇരിക്കണം, സ്ത്രീ എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു ചിത്രം നമ്മുടെ മുന്നിൽ സൊസൈറ്റി അവതരിപ്പിക്കുന്നുണ്ട്. വി ആർ കണ്ടീഷൻ ടു ബിലീവ് ദാറ്റ് മെയിൽസ് ആർ ദ ഡൊമിനന്റ് ആൻഡ് മോർ പവർഫുൾ സെക്സ്. അപ്പൊ നമ്മളൊക്കെ അതനുസരിച്ച് ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് സാധാരണ എല്ലാവരും വിശ്വസിച്ചു പോകുന്നത് മെയിൽ ആർ ദ ഡൊമിനന്റ്, അധികാരമുള്ളതും ശക്തിയുള്ളതും മെയിലിനാണ്. വേറെ വുമൺ ആർ മോർ സെൻസിറ്റീവ്, കമ്പാഷനേറ്റ് ആൻഡ് കെയറിങ് ദാൻ മെൻ. വുമൺ എന്ന് പറയുന്നത് കുറെ സെൻസിറ്റീവ് ആണ്, കമ്പാഷനേറ്റ് ആണ്, അതുപോലെ കെയറിങ്ങും ആണ് പുരുഷനെക്കാളും. പുരുഷൻ കുറെ ശക്തിമാനാണ്, എന്നാൽ ബലവാനാണ്, പക്ഷെ അതനുസരിച്ച് പവർഫുള്ളും ആണെന്നാണ് പറയുന്നത്. ദ മെൻ ആർ എക്സ്പെക്ടഡ് ടു ഗോ ഔട്ട്സൈഡ് ഹോം ആൻഡ് വർക്ക് ഹാർഡ് ടു ഏൺ മണി ടു സപ്പോർട്ട് ദെയർ ഫാമിലീസ്. പുരുഷന്മാര് പുറത്തുപോയി ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ ഉപജീവനമാർഗം നടത്താൻ വേണ്ടി ജോലി ചെയ്യുന്നു. ഓൺ ദ അതർ ഹാൻഡ് ഫീമെയിൽ ഷുഡ് ഡു ഹൗസ് ഹോൾഡ് കോറസ്, ഡു ദ റെയറിങ് ആൻഡ് അപ്ബ്രിങ്ങിങ് ഓഫ് ചിൽഡ്രൻ. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ കുടുംബകാര്യങ്ങൾ, കുടുംബ ജോലികളൊക്കെ ചെയ്തിട്ട് കുട്ടികളെ വളർത്തുക, പരിപാലിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട്. അവര് ശക്തി കുറഞ്ഞ ആളുകളാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടവരാണ്. പുരുഷന്മാർ ആശയം. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളെയാണ് ഇന്റർപ്രിലേഷൻ എന്ന് പറയുന്നത്. Therefore, from these examples, we can see that how society interpolates these ideas into our mind and leads to cultural and social reproduction. അപ്പൊ അതുകൊണ്ട് ഈ എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സൊസൈറ്റി എങ്ങനെയാണ് ഇന്റർപൊലേറ്റ് ചെയ്തിരിക്കുന്നത് ദീസ് ഐഡിയാസ് ഇൻ ടു അവർ മൈൻഡ്. അപ്പൊ നമ്മളുടെ എല്ലാ മൈൻഡിൽ ഇതുപോലെയുള്ള ഒരു ഐഡിയാസ് നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ആൻഡ് ലീഡ്സ് ടു കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ. ഇനി കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ, ദ ഡർക്കിമൻ ട്രഡീഷൻ. ഈ ഡർക്കിം ട്രഡീഷൻ അനുസരിച്ച് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഫോർ ഡർക്കിം, ദ ഇഷ്യൂസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് റിവീൽ their occurrence began the distorted ideological mask of change, but rather to search for the appropriate collective secular credo that will ensure reproduction of solidarity in the face of change. അപ്പം കാറൽ മാർക്സിന്റെ ആ ചിന്താഗതിക്ക് വിരുദ്ധമായിട്ട് വേറൊരു രീതിയിലുള്ള ചിന്താഗതിയാണ് ഡർക്കിം കൾച്ചറൽ ആൻഡ് റീപ്രൊഡക്ഷനിൽ കൂടി റിവീൽ ചെയ്യണത്. അപ്പൊ കാറൽ മാർക്സ് പറഞ്ഞിരിക്കുന്നത് ചേഞ്ചിന്റെ പുറകിൽ ഒരു ഐഡിയോളജിക്കൽ മാസ്ക് ഉണ്ടെന്ന്, വികലമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ മാസ്ക് അതിന്റെ പിന്നിലുണ്ടെന്ന്. പക്ഷെ ഇവിടെ അതേ ഡർക്കിം പറയണത് ഇൻഷുർ റീപ്രൊഡക്ഷൻ ഓഫ് സോളിഡാരിറ്റി ഇൻ ദ ഫേസ് ഓഫ് ചേഞ്ച്. ചേഞ്ചിന്റെ പിന്നിൽ വേറൊരു നല്ലൊരു ലക്ഷ്യമാണ് അദ്ദേഹം പറയണത്. അവിടെ ഒരു സോളിഡാരിറ്റി ഉണ്ടെന്ന്, ഐക്യത ഉണ്ടെന്ന്. ഇൻ ഡിവിഷൻ ഓഫ് ലേബറിൽ ഡർക്കിം ടോക്ട് അബൌട്ട് ദ ടു ഐഡിയൽ ടൈപ്സ് ഓഫ് ഇന്റഗ്രേഷൻ അക്രോസ് ദ കണ്ടിന്യൂം ഓഫ് മോഡേണിറ്റി ഇൻ ദ ഫോം ഓഫ് മെക്കാനിക്കൽ ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പൊ ഡർക്കിം രണ്ടു തരം സോളിഡാരിറ്റി, മെക്കാനിക്കൽ സോളിഡാരിറ്റി അതുപോലെ ഓർഗാനിക് സോളിഡാരിറ്റി, അങ്ങനെ ചേഞ്ചസ് വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ട് പ്രക്രിയകളെ അദ്ദേഹം കാണിക്കുന്നുണ്ട്. മെക്കാനിക്കൽ സോളിഡാരിറ്റി ഹാസ് എ റിലേറ്റീവ്ലി അൺഡിഫറൻഷിയേറ്റഡ് സോഷ്യൽ സെക്ടർ. ഇനി മെക്കാനിക്കൽ എന്ന് വെച്ചാൽ എല്ലാ കാര്യവും മെഷീൻ പോലെ പോകുക മുന്നോട്ട്, മാറ്റങ്ങളില്ലാതെ, മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ, അതായത് ട്രഡീഷണൽ സൊസൈറ്റിയിലുണ്ടായ ജീവിത രീതി. അപ്പൊ അവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ, ലെസ് സ്പെഷ്യലൈസേഷൻ, ലിറ്റിൽ ഓർ നോ ഡിവിഷൻ ഓഫ് ലേബർ. അപ്പൊ ആ
സൊസൈറ്റിയിൽ അവിടെ സ്പെഷ്യലൈസേഷൻസ് ഇല്ല ജോലികളിൽ. അപ്പോൾ അവിടെ ഡിവിഷൻ ഓഫ് ലേബർ കുറവാണ്. ആൻഡ് ഇൻറ്റൻസ് കളക്റ്റീവ് കോൺഷ്യസ്നെസ്സും അതൊക്കെ അവിടെ കുറവായിരുന്നു. അപ്പോൾ ഡൈനാമിക് ഡെൻസിറ്റി, ഇനി സൊസൈറ്റിയിൽ ചേഞ്ചസ് വന്ന് ഡൈനാമിക് ഡെൻസിറ്റി ആയപ്പോഴേക്കും മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തൽപരരായി വന്നു തുടങ്ങിയപ്പോൾ ഡൈനാമിക് ഡെൻസിറ്റി ലീഡ്സ് ടു ചേഞ്ച് ഫ്രം മെക്കാനിക്കൽ ടു ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പോൾ ഈ സ്റ്റാറ്റിക് സ്റ്റേജ് വേണ്ട, നമുക്ക് ഡൈനാമിക് സ്റ്റേജ് മതി എന്നുള്ള ഒരു ആഗ്രഹം ജനങ്ങളിൽ ഉടലെടുത്തതോടുകൂടി ഡൈനാമിക് ഡെൻസിറ്റി ലീഡ്സ് ടു ചേഞ്ച് ഫ്രം മെക്കാനിക്കൽ ടു ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പോൾ മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ നിന്ന് ഓർഗാനിക് സോളിഡാരിറ്റി വന്ന് അവിടെ പലതരം തൊഴിലുകൾ വന്ന് തൊഴിലിൽ തന്നെ പലതരം വിഭാഗങ്ങളായി. അപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ വന്നു. ഓർഗാനിക് സോളിഡാരിറ്റി ഹാസ് മച്ച് മോർ ഡിഫറൻഷിയേറ്റഡ് സോഷ്യൽ സ്ട്രക്ചർ, ഹൈ സ്പെഷ്യലൈസേഷൻ ആൻഡ് മച്ച് ഗ്രേറ്റർ ആൻഡ് മോർ ഡിഫൈൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. ഇപ്പോൾ ഓർഗാനിക് സോളിഡാരിറ്റിയിൽ ഒരുപാട് ഡിവിഷൻ ഓഫ് ലേബർ വന്ന് സ്പെഷ്യലൈസേഷൻ വന്ന്, മറ്റത് എല്ലാം ഒരേപോലെ പോയിരുന്നിടത്ത് പല വ്യത്യാസങ്ങൾ മെക്കാനിക്കൽ സോളിഡാരിറ്റിയിൽ നിന്ന് മാറി ഓർഗാനിക് സോളിഡാരിറ്റിയിൽ ഉടലെടുത്ത്. ഫർദർ ദർ ഇസ് എ മൂവ്മെന്റ് ഫ്രം കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഇൻ ടു ദ അസെൻഡൻസ് ഓഫ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്. അപ്പോൾ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സും ഇതോടുകൂടി ആളുകളിൽ ഉണ്ടാകാൻ തുടങ്ങി. ഡർക്കിം ആൻഡ് ഹിസ് ഫോളോവേഴ്സ് അറ്റംപ്റ്റ് ടു പ്രൊഡ്യൂസ് എ തിയറി ഓഫ് ബിനൈൻ റീപ്രൊഡക്ഷൻ. ഒരു ബിനൈൻ സൗമ്യമായിട്ടുള്ള ഒരു റീപ്രൊഡക്ഷനാണ് ഡർക്കിമും അദ്ദേഹത്തിന്റെ അനുഗാമികളും താല്പര്യപ്പെടുന്നത്. എ തിയറി ദാറ്റ് ഹോൾഡ് സൊസൈറ്റി ടുഗദർ ഇൻ ദ ഫേസ് ഓഫ് പൊട്ടൻഷ്യൽ ഫ്രാഗ്മെന്റേഷൻ സച്ച് ആസ് അനോമി. Durkheim, in contrast to the Marxist perspective, is asserting the necessity of social and cultural reproduction, the necessity of conformity through change. അപ്പോൾ ഡർക്കിം മാർക്സിന്റെ ചിന്താഗതിക്ക് വിപരീതമായിട്ട് അസേർട്ടിങ് ദ നെസസിറ്റി ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റീപ്രൊഡക്ഷന് മുൻഗണന കൊടുത്ത് ദ നെസസിറ്റി ഓഫ് കൺഫോർമിറ്റി ത്രൂ ചേഞ്ചസിൽ ഒരു കൺഫോർമിറ്റി അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കി. ദ ഡർക്കിം tradition views cultural and social reproduction with the lens of optimism. അപ്പോൾ ഡർക്കിമിന്റെ ട്രഡീഷന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ കൾച്ചറൽ ആൻഡ് റീപ്രൊഡക്ഷൻ അതിനെ ഒരു ഒപ്റ്റിമിസ്റ്റിക് കാഴ്ചപ്പാടിൽ കൂടിയാണ്, ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ലെൻസിൽ കൂടിയാണ് ഡർക്കിം നോക്കിക്കാണുന്നത്. ഇറ്റ് ഈസ് എ കൺസെൻഷ്യൽ റാദർ ദാൻ ഡിവിസീവ് ആൻഡ് ഈസ് മോട്ടിവേഷൻ ഈസ് ഇൻ്റഗ്രേറ്റീവ് റാദർ ദാൻ കോൺഫ്ലിക്റ്റിംഗ്. അപ്പോൾ ഇതൊരു എല്ലാവർക്കും യോജിച്ചു പോകത്തക്ക രീതിയിൽ, അവിടെ വികലതയില്ല, ദുർബലതയില്ല, എല്ലാവരും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുക, അങ്ങനത്തെ ഉള്ള ഒരു മോട്ടിവേഷൻ ഈസ് ഇൻ്റഗ്രേറ്റീവ്, അത് പൂർണ്ണതയിലേക്ക് നയിക്കുന്നതാണ്, അല്ലാണ്ട് വഴക്കിട്ട് പിരിയുന്നതല്ല. അതുപോലത്തെ ഉള്ള ഒരു ചിന്താഗതിയാണ് ഡർക്കിം കൊണ്ടുവന്നത്. ഇനി അടുത്തത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ എത്നോമെത്തഡോളജിക്കൽ ട്രഡീഷൻ അനുസരിച്ച്. Greenfinkel, the pioneer of ethnomethodology, similarly like Durkheim, considered the social facts to be the fundamental sociological phenomena. അപ്പോൾ ഫണ്ടമെന്റൽ സോഷ്യോളജിക്കൽ ഫിനോമിന സോഷ്യൽ ഫാക്ട്സ് തന്നെ ആണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഗ്രീൻഫിങ്കലും, അത് ഡർക്കിമിന്റെ പോലെ തന്നെ. ബട്ട് സോഷ്യൽ ഫാക്ട്സ് ഓഫ് ഗാർഫിങ്കൽ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഡർക്കിംസ് സോഷ്യൽ ഫാക്ട്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും സോഷ്യൽ ഫാക്ട്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഡർക്കിംസ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഈസ് സിമിലർ ടു Grafingle's concept of taken for grandness of people's everyday knowledge. അപ്പോൾ ഡർക്കിം കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിലാണ് വിശ്വാസം അർപ്പിച്ചിരുന്നതെങ്കിൽ ഗ്രാഫിംഗിൾസ് അതിനു പകരം യൂസ് ചെയ്ത കൺസെപ്റ്റാണ് ടേക്കൺ ഫോർ ഗ്രാൻഡ്നെസ് ഓഫ് പീപ്പിൾസ് എവരിഡേ നോളജ്. ആളുകളുടെ ഡെയിലി ലൈഫ് ിലുള്ള നോളജ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചിന്താഗതി, അതിനാണ് അദ്ദേഹം സോഷ്യൽ ഫാക്ട് എന്ന് നിർവചിച്ചത്. ഫോർ എത്നോമെത്തഡോളജിസ്റ്റ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ ഈസ് എ നെസസറി പ്രോസസ് ആസ് വെൽ ആസ് എ പർപ്പസ്.
In the words of Greenfeld, the focus of ethnomethodology are as follows. For ethnomethodology, the objective reality of social facts is that, and just how it is, every society is locally, endogenously produced, naturally organized, reflexively accountable, ongoing, practical achievement, being everywhere, always, only, exactly and entirely, members work with no time out and with no possibility of evasion, hiding out, passing, postponement, or buyouts is thereby sociology's fundamental phenomena. ഇത് എത്തനോ മെത്തഡോളജിയുടെ ഒബ്ജക്റ്റീവ്സ് റിയാലിറ്റി ഓഫ് സോഷ്യൽ ഫാക്ട്സ് ആണ്. എത്തനോ മെത്തഡോളജി ഹാസ് ഡിസല്യൂട്ട് ദ റോൾ ഓഫ് സോഷ്യോളജിസ്റ്റ് ആസ് എക്സ്പെർട്ട്. According to it, the sociologist exercise the same skills and practices as the lay member, but they have the capability of reflecting back upon such practices. It reiterates the essentials of both sociologist and lay member as agents in the reproduction of culture. ഇനി അടുത്തത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ. ദ സ്ട്രക്ചറലിസ്റ്റ് ട്രഡീഷൻ അനുസരിച്ച് എങ്ങനെയാണ്? സ്ട്രക്ചറലിസം ഈസ് ആൻ ഇൻഫ്ലുവൻഷ്യൽ പെർസ്പെക്റ്റീവ് ടു ദ സ്റ്റഡി ഓഫ് കൾച്ചർ. കൾച്ചറിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഒരു സ്വാധീനമുള്ള പെർസ്പെക്റ്റീവാണ് സ്ട്രക്ചറലിസം. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ലിംഗ്വിസ്റ്റിക്സിലാണ് അതിൻ്റെ ഒറിജിൻ ഉള്ളത്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭാഷകളുമായിട്ട് ബന്ധപ്പെട്ടത്. അക്കോർഡിംഗ് ടു ദിസ് പെർസ്പെക്റ്റീവ്, സോഷ്യൽ ലൈഫ് ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് ഗൈഡഡ് ത്രൂ ലാംഗ്വേജ്. അപ്പോൾ ഈ കാഴ്ചപ്പാടനുസരിച്ച് സോഷ്യൽ ലൈഫ് ഈസ് കൺസ്ട്രക്റ്റഡ് ആൻഡ് ഗൈഡഡ് ത്രൂ ലാംഗ്വേജ്. ഭാഷയിൽ കൂടിയാണ് സോഷ്യൽ ലൈഫ് നിർമ്മിക്കപ്പെടുന്നതും ഗൈഡ് ചെയ്യപ്പെടുന്നതും. ഇറ്റ് വാസ് ഫെർഡിനൻഡ് ഡി സസൂർ who originally provided that the underlying patterns of any cultural phenomena of the social world has to be understood in terms of the linguistic phenomena. അപ്പോൾ ലിംഗ്വിസ്റ്റിക് ഫിനോമിനയിൽ കൂടിയാണ് കൾച്ചറൽ ഫിനോമിന അല്ലെങ്കിൽ പാറ്റേൺസ് ഓഫ് എനി കൾച്ചറൽ ഫിനോമിന മനസ്സിലാക്കുന്നത്. സയൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫ് മനസ്സിലാക്കാൻ അവിടെ ഉപയോഗിക്കുന്ന സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്നിഫൈഡ് ആൻഡ് സിഗ്നിഫയർ, സൂചനയും സൂചന നൽകുന്നവരും ടുഗദർ ഫോം എ സൈൻ. അവർ രണ്ടു കൂട്ടരും ചേർന്നാണ് ഒരു സൈൻ ഉണ്ടാക്കുക. സോയ്സർ ഒപ്പീൻഡ് ദാറ്റ് ദെയർ ഇസ് ആൻ ആർബിട്രറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. അപ്പോൾ ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും തന്നെ തമ്മിൽ ഒരു ഗുണമേന്മയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ രണ്ടു കൂട്ടരും തമ്മിൽ ഉണ്ടാക്കുന്നത്. ലാംഗ്വേജ് ഈസ് നോട്ട് സിംപ്ലി എ കളക്ഷൻ ഓഫ് അൺറിലേറ്റഡ് സിഗ്നിഫൈസസ്. അപ്പോൾ ഒരു അൺറിലേറ്റഡ് സിഗ്നിഫൈസസ് അല്ല ലാംഗ്വേജ് എന്ന് പറയുന്നത്. മീനിങ് ഓഫ് സിഗ്നിഫയേഴ്സ് ആർ ഓൾവേസ് റിലേറ്റീവ് ടു അതർ സിഗ്നിഫൈസസ്. അപ്പോൾ ഓരോ കാര്യത്തിനും അതിൻ്റെതായ മീനിങ്സ് ഉണ്ട്. എസ്പെഷ്യലി ദ മെയിൻ importance here is relation of difference including binary oppositions. Therefore, here is a social world in which meanings, people and all the other aspects of the social world are being shaped by the structure of language. While Saussure attempted to uncover the basic structure of science and language which influenced the development of structuralism, on the other hand, Claude Lévi-Strauss was the first to use structuralism in the understanding of kinship system and myths. ഇപ്പോൾ കിൻഷിപ്പ് സിസ്റ്റവും മിത്സും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ലെവി സ്ട്രെസ് ആണ് ഇവിടെ സ്ട്രക്ചറലിസത്തിനെ കൂടുതലായിട്ട് യൂസ് ചെയ്തത്. ഹി പ്രൈമർലി യൂസ് ദി ജിയോളജിക്കൽ മെറ്റഫർ ടു അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചറൽ ഫിനോമിന. കൾച്ചറൽ ഫിനോമിന മനസ്സിലാക്കാനായിട്ട് ജിയോളജിക്കൽ ഉപമകളാണ് കൂടുതലും അദ്ദേഹം യൂസ് ചെയ്തത്. ഹി ആർഗ്യൂഡ് ദാറ്റ് കൾച്ചറൽ ഫിനോമിനൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ ദ എക്സ്കവേഷൻ ഓഫ് ദ കൾച്ചറൽ സ്ട്രാറ്റ. അപ്പൊ കൾച്ചറൽ സ്ട്രാറ്റയിൽ കൂടിയാണ്, അന്വേഷണത്തിൽ കൂടിയാണ് കൾച്ചറൽ ഫിനോമിനാസ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം. ആൻഡ് സബ്സിക്വന്റ് അപ്പിയറൻസ് ഓഫ് ദെയർ പാറ്റേൺസ് ഓഫ് ഇന്റർ റിലേഷൻസ്. അപ്പോൾ ഓരോ കാര്യത്തിലുള്ള പാറ്റേൺസ് ഓഫ് ഇന്റർ റിലേഷൻസ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കൾച്ചറൽ സ്ട്രാറ്റ ശരിക്കും മനസ്സിലാക്കുക. അതോടൊപ്പം കൾച്ചറൽ ഫിനോമിന നമുക്ക് വെളിവാക്കപ്പെടും. അപ്പോൾ ദ ഡീറ്റെയിൽസ് ഓഫ് ഡിഫറെന്റ് കിൻഷിപ്പ് സിസ്റ്റം ഓർ മിസ് പ്രസന്റ് അറൌണ്ട് ദ ഹോൾ സോഷ്യൽ വേൾഡ് കുഡ് ബി വെരി ഡിഫറെന്റ്, ബട്ട് ദ ഫണ്ടമെന്റൽ സ്ട്രക്ചർ ഈസ് ദ സെയിം. Overall, in structuralism, the meaning of a sign in a particular cultural generally arise from convention of overcoming the arbitrary relations.
പിന്നെ അടുത്തത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ. ബോർഡിയോയുടെ അഭിപ്രായത്തിൽ കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ബോർഡിയോ പ്രപ്പോസ്ഡ് എ ക്രിട്ടിക്കൽ തിയറി ഓഫ് കൾച്ചർ. കൾച്ചറിന്റെ ഒരു ക്രിട്ടിക്കൽ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ബോർഡിയോ. ഹിസ് ഐഡിയാസ് പ്രൊവൈഡ് ആൻ ഇൻസൈറ്റ് ഇൻ ടു ദ നെക്സസ് ഓഫ് പവർ ആൻഡ് അതോറിറ്റി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചർ വിത്ത് അവർ സോഷ്യൽ ഫിയർ. അപ്പൊ നമ്മുടെ സോഷ്യൽ ഫിയറിൽ നിലനിൽക്കുന്ന കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവിടെയുള്ള പവറും അതോറിറ്റിയും തമ്മിലുള്ള ബന്ധം അത് എന്താണെന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെയെങ്കിലുമുള്ള കൾച്ചറും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും സോഷ്യൽ ഫിയറിൽ കൾച്ചറിനെ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിലനിൽക്കുന്ന പവറും അതോറിറ്റിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് അതിനെക്കുറിച്ചുള്ളത് ഒരു ഉൾക്കാഴ്ച എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഹി ഫോക്കസ്ഡ് ഹിസ് അനാലിസിസ് ഓൺ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പൊ അതിന് അദ്ദേഹം ഫോക്കസ് ചെയ്തത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കാണിച്ചുകൊണ്ടാണ്. ആൻഡ് ഹൗ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ട്രാൻസ്മിഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലെജിറ്റിമേറ്റ് നോളജ്. ലെജിറ്റിമേറ്റ് നോളജ് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നേരത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യണമെന്നാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. ഹിയർ ഈസ് ദ വേ ബോറിഡോ ബിഗാൻ ഹിസ് അനാലിസിസ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനാലിസിസ് ഇങ്ങനെയാണ്: ദ കൾച്ചറൽ ഫീൽഡ് ഈസ് ട്രാൻസ്ഫോംഡ് ബൈ സക്സസീവ് റീസ്ട്രക്ചറേഷൻ റാദർ ദാൻ ബൈ റാഡിക്കൽ റെവല്യൂഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കൾച്ചറൽ ഫീൽഡ് ഈസ് ട്രാൻസ്ഫോംഡ്, കൾച്ചറൽ ഫീൽഡിൽ മാറ്റങ്ങൾ വരുന്നത് ബൈ സക്സസീവ് റീകൺസ്ട്രക്ഷൻ, തുടർച്ചയായിട്ടുള്ള റീസ്ട്രക്ചറൈസേഷൻ, ഘടനാ നിർമ്മാണം ത്തോടുകൂടിയാണ്, അല്ലാണ്ട് ബൈ റാഡിക്കൽ റെവല്യൂഷനോട് കൂടിയല്ല. റാദർ ദാൻ ബൈ റാഡിക്കൽ റെവല്യൂഷൻ. ഒരു റാഡിക്കൽ റെവല്യൂഷനോട് കൂടിയല്ല കൾച്ചർ ഫീൽഡിൽ മാറ്റങ്ങൾ വരുന്നത്. അവിടെ മാറ്റങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്ന് മറ്റേ തലമുറയിലേക്ക് മാറി മാറി സ്വീകരിക്കപ്പെടുന്നത് അവിടെ ആ കൾച്ചറിൻ്റെ ഉള്ളിൽ സക്സസീവ് റീസ്ട്രക്ചറേഷൻ നടക്കുന്നത് കൊണ്ടാണ്. വിത്ത് സർട്ടൺ തീംസ് ബീയിങ് ബ്രോട്ട് ടു ദ while others are set to one side without being completely eliminated, so that continuity of communication between intellectual generations remains possible. അപ്പോൾ അവിടെ നിലനിൽക്കുന്ന കാര്യങ്ങളിൽ മേന്മപ്പെട്ട സംഗതികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അത്ര അത്യാവശ്യമില്ല കാര്യങ്ങളെ അത്യാവശ്യമില്ലാത്തവയെ സൈഡിലേക്ക് മാറ്റിയിട്ടും മുന്നോട്ട് പോകുന്ന ആ ഒരു രീതി, അതിൽ കൂടിയാണ് അവിടെ റീപ്രൊഡക്ഷൻ ഓഫ് കൾച്ചർ നടക്കണമെന്നാണ് ബോറിഡോ പറയുന്നത്. In all cases, however, the patterns informing the thought of a given period can be fully understood only by reference to the school system, which is alone capable of establishing them and developing them through practice as the habits of thought common to a whole generation. അപ്പോൾ ഓരോ ഹോൾ ജനറേഷനിലേക്ക് ഓരോ പാറ്റേൺസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ സ്കൂൾ സിസ്റ്റത്തിന് വളരെ വലിയ ഒരു സ്ഥാനമാണ് ഉള്ളത്. ഇൻ ദിസ് സെൻസ് ബൊറിഡോ ഈസ് emphasizing that how forms and patterns of communication perpetuate the ideology of particular communities-യുടെ ഐഡിയോളജി പാറ്റേൺസ് എങ്ങനെയാണ് ഇങ്ങനെ ഒന്നിൽ നിന്ന് വേറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ബയസ്ഡ് ഇൻ ദ ഫേവർ ഓഫ് ദ കൾച്ചർ ഓഫ് ഡൊമിനന്റ് ക്ലാസസ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ പാർഷ്വാലിറ്റി ഉള്ള ഒരു ഭാഗമായിട്ടാണ് കാണുന്നത്. ഇൻ ദ ഫേവർ ഓഫ് ദ കൾച്ചർ ഓഫ് ഡൊമിനന്റ് സോഷ്യൽ ക്ലാസസ്, അധികാരമുള്ള ഡൊമിനന്റ് സോഷ്യൽ ക്ലാസസിന്റെ ഇഷ്ടാനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയയായിട്ടാണ് അദ്ദേഹം എഡ്യൂക്കേഷനെ കാണുന്നത്. ഇൻ ദിസ് വേ ഇറ്റ് ഡിസ്പറേജസ് ദ നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ലോവർ ക്ലാസസ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവിടെ അധികാരം അല്ലെങ്കിൽ ശക്തി കയ്യിലുള്ളവനാണ് കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ അവിടെ ആ ലോവർ ക്ലാസ് ശക്തി ഇല്ലാത്തവര് പലപ്പോഴും ഈ അറിവിന്റെ കാര്യത്തിൽ കഴിവിന്റെ കാര്യത്തിലൊക്കെ അവരെ അവഗണിക്കപ്പെടുന്നതായിട്ട് കാണാം. അഡ്രസ്സിംഗ് ദ കോണ്ടാക്ട് ഓഫ് എഡ്യൂക്കേഷൻ, ബോറിഡോ ആർഗ്യൂസ് ദാറ്റ് ദ മേജർ റോൾ ഓഫ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് കൾച്ചറൽ പ്രൊഡക്ഷൻ. അപ്പൊ അക്കോർഡിംഗ് ടു ബോറിഡോ മേജർ റോൾ ഓഫ് ദ എഡ്യൂക്കേഷന്റെ മേജർ റോൾ എന്ന് പറയുന്നത് ഈസ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ. കൾച്ചറൽ റീപ്രൊഡക്ഷൻ ആണ് ഒരു
എഡ്യൂക്കേഷൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള റോള്. അപ്പം അതിപ്പോൾ അത് ശരിയായിട്ട് രീതിയിൽ വേണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ബോറിഡോ ഡിഫേഴ്സ് ഫ്രം ഡർക്കിംസ് എപ്പിസ്റ്റിമോളജി ഇൻ ടേംസ് ഓഫ് ദ ട്രാൻസ്മിഷൻ ഓഫ് ദ എലിമെന്റ്സ് ഓഫ് കൾച്ചർ. ഫോർ ഡർക്കിം ദർ ഈസ് ഓൾവേസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ദ എലിമെന്റ്സ് ഓഫ് കൾച്ചർ ആസ് എ ഹോൾ. അപ്പോൾ ഡർക്കിം പറയുന്നത് ട്രാൻസ്മിഷൻ ഓഫ് എലിമെന്റ്സ് കൾച്ചറിൽ അത് മുഴുവനായിട്ടാണ് ഒന്നിൽ നിന്ന് വേറൊരിടത്തേക്ക് മാറ്റപ്പെടുന്നതെന്ന്. പക്ഷെ ബോറിഡോ അങ്ങനെയല്ല പറയണം. ഇറ്റ് ഈസ് ദ റീപ്രൊഡക്ഷൻ ഓഫ് ദ കൾച്ചർ ഓഫ് ദ ഡൊമിനന്റ് ക്ലാസ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ബോർഡിയോന്റെ അഭിപ്രായത്തിൽ അതൊരു റീപ്രൊഡക്ഷൻ ഓഫ് ദ കൾച്ചർ ഓഫ് ദ ഡൊമിനന്റ് ക്ലാസ്. ഡൊമിനന്റ് ക്ലാസ് എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ തന്നെ ഒരു റീപ്രൊഡക്ഷൻ ആണ് എഡ്യൂക്കേഷനിൽ കൂടി നടക്കണമെന്നാണ് ബോറിഡോ പറയുന്നത്. ദീസ് ഡൊമിനന്റ് ക്ലാസ് ഹാവ് ദ പവർ ടു കൺസ്ട്രക്ട് ദ നരേറ്റീവ്സ് ആൻഡ് എബിലിറ്റി ടു ഇമ്പോസ് ദെയർ ഐഡിയോളജി ആൻഡ് നോളജ് ഓൺ ലോവർ ക്ലാസ്സസ്. അപ്പൊ ഈ ഡൊമിനന്റ് ക്ലാസ്സിന് പവറും ശക്തിയും അധികാരവും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടേതായ ആദർശങ്ങളും അറിവുകളും എല്ലാം ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചേർത്തിട്ട് ലോവർ ക്ലാസ്സിന് സപ്ലൈ ചെയ്യണം. ആസ് വെൽ ആസ് ദേ കൺസിഡർ ദിസ് ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആസ് ലെജിറ്റിമേറ്റ്. അപ്പൊ അവര് ലോവർ ക്ലാസ്സുള്ള ആളുകളും അതുപോലെ ഡോമിനന്റ് ക്ലാസ്സിലുള്ളവരും കൺസിഡർ ചെയ്യണത് ദിസ് ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആസ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഒരു കാര്യമാണ് ഈ നടക്കണം. ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഫർദർ ദ ഡൊമിനന്റ് ക്ലാസ്സസ് ആർ ഏബിൾ ടു ഫാഷൻ ആൻഡ് ചാമ്പ്യൻ ദെയർ ഓൺ കൾച്ചർ ആസ് മോസ്റ്റ് വെർത്തി ഓഫ് ബീങ് സോട്ട് ആൻഡ് പൊസസ്ഡ്. അപ്പം അങ്ങനെ ഡൊമിനന്റ് ക്ലാസ് അവരുടെ കൾച്ചറാണ്, അവരുടെ അഭിപ്രായമാണ് എഡ്യൂക്കേഷനെയും കൂടി മുന്നോട്ട് വെച്ച് മറ്റുള്ളവർക്ക് നൽകുന്നത്. അപ്പൊ അധികാരം കിട്ടുമ്പോൾ അവന്റെ ഐഡിയോളജി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കടത്തിവിടാൻ ശ്രമിക്കും. അത് എല്ലാവരും സ്വീകരിക്കപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കൾച്ചറാണ് പിന്നീട് നിലനിൽക്കുന്നത്. ദെയർ ഓൺ കൾച്ചർ ആസ് മോസ്റ്റ് വെർത്തി ഓഫ് ബീങ് സോട്ട് ആൻഡ് പൊസസ്ഡ്. അപ്പൊ അങ്ങനെ ആ ഡൊമിനന്റ് ക്ലാസ്സിന് അവരുടെ ആ കൾച്ചർ എപ്പോഴും നിലനിർത്താനായിട്ടുള്ള ഒരു ശക്തി ലഭിക്കും. ദേ ആർ ഓൾസോ ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ദെയർ ഓൺ കൾച്ചർ ആസ് ദ ബേസിസ് ഓഫ് നോളജ് ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഇനി ഫോർ ബോർഡിഡോ ദ പൊസിഷൻ ഓഫ് ദ ഡൊമിനന്റ് കൾച്ചർ ഈസ് കൾച്ചറൽ ക്യാപിറ്റൽ. അപ്പൊ പൊസിഷൻ ഓഫ് ഡൊമിനന്റ് ആളുകൾ കൾച്ചർ വഹിച്ചുകൊണ്ടിരിക്കുന്ന അതിനെയാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കൈവശമുള്ള ഡൊമിനന്റ് ക്ലാസിന്റെ കൈവശമുള്ള കൾച്ചറിനെയാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് ബോറിഡോ പറയുന്നത്. ഹി ക്ലെയിംസ് ദാറ്റ് ദോസ് ഹു പൊസസ് ദ കൾച്ചറൽ ക്യാപിറ്റൽ ഹാവ് ദ പവർ ആൻഡ് മീൻസ് ഓഫ് റീപ്രൊഡ്യൂസിങ് ദ കൾച്ചർ ഓഫ് ദ റൂളിംഗ് ക്ലാസ് ആണ് ഡൊമിനന്റ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് അവരുടേതായ ആശയങ്ങളും എല്ലാം ഈ കൾച്ചറിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു. ഹി ക്ലെയിംസ് ദാറ്റ് ദോസ് ഹു പൊസസ് ദ കൾച്ചറൽ ക്യാപിറ്റൽ ഹാവ് ദ പവർ ആൻഡ് മീൻസ് ഓഫ് റീപ്രൊഡ്യൂസിങ് ദ കൾച്ചർ ഓഫ് ദ റൂളിംഗ് ക്ലാസ്. കൾച്ചറൽ ക്യാപിറ്റൽ ബിക്കംസ് എ benchmark for the distinction between different social strata in the social space. സോഷ്യൽ സ്പേസിലുള്ള ഡിഫറെൻറ്റ് സോഷ്യൽ സ്ട്രാറ്റയുടെ ഒരു ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് കൾച്ചറൽ ക്യാപിറ്റലിന് കാണാൻ പറ്റും. ക്ലാസ് ഡിഫറൻസ് ഇൻ എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ് ആർ മെയിൻലി ഡ്യൂ ടു ദ uneven distribution of cultural capital throughout the social structure. According to Shanks and Glusinski, the children of parents who hold a അതൊരു എക്സാമ്പിൾ തരുന്നതാണ്. അതായത് കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുടെ മക്കളും എഡ്യൂക്കേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അതേസമയം എഡ്യൂക്കേഷൻ കുറവായിട്ടുള്ള ആളുകളിൽ എത്ര ശതമാനം അവരുടെ തലമുറയിൽ എന്തോരം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. അതാണ് ഈ താഴെ തന്നിരിക്കണ ആ ഉദാഹരണത്തിൽ കൊടുക്കുന്നത്. അപ്പർ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസ് ഹാവ് ആൻ ഇൻബിൽറ്റ് പ്രിവിലേജ് ആസ് വെൽ ആസ് അഡ്വാൻറ്റേജസ് ബിക്കോസ് ദേ ഹാവ് ബീൻ ഗ്രോൺ അപ്പ് ആൻഡ് സോഷ്യലൈസ്ഡ് ഇൻ ടു ദ ഡൊമിനന്റ് കൾച്ചർ. അപ്പോൾ ഈ അപ്പർ ക്ലാസ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഏറ്റവും നല്ലതാണ്. ഒരു ഡൊമിനന്റ് കൾച്ചറിലാണ് അവർ വളർന്നേക്കുന്നതും സോഷ്യലൈസ് ചെയ്തേക്കുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ ദേ ഹാവ് ആൻ ഇൻബിൽറ്റ് പ്രിവിലേജ്, അവർക്കൊരു ഇൻബിൽറ്റ് പ്രിവിലേജ് ഉണ്ടാവും ആസ് വെൽ ആസ് അഡ്വാൻറ്റേജസ്. അപ്പം അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും അവർക്കുണ്ടാവും. ബോർഡിയോ ആർഗ്യൂസ് ദാറ്റ് ദ സക്സസ് ഓഫ് ഓൾ സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പെൻഡ്സ് ഫണ്ടമെന്റലി ഓൺ ദ എഡ്യൂക്കേഷൻ previously accomplished in the earliest years of life. അപ്പോൾ ഓരോരുത്തരുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ബോർഡിയുടെ അഭിപ്രായത്തിൽ അത് ഡിപ്പെൻഡ് ചെയ്യണത് അവർക്ക് അടിസ്ഥാനപരമായിട്ട് ആരംഭത്തിൽ എന്ത് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു
പ്രതിബിംബമായിരിക്കും മുന്നോട്ട് വരുന്ന കാര്യങ്ങളും. അപ്പൊ ആരംഭഘട്ടത്തിൽ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ബേസ് നല്ലതാണെങ്കിൽ പിന്നീട് മുകളിലേക്കുള്ള പോകുന്ന കാര്യങ്ങളും നല്ലത് തന്നെയായിരിക്കും. അപ്പൊ ആ അവസരങ്ങൾ സാധാരണ കിട്ടുന്നത് ഡൊമിനന്റ് ക്ലാസ്സിനാണെന്ന്. ദെയർഫോർ സക്സസ് ഇൻ ദ സ്കൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദീസ് പ്രയർ സ്കിൽസ് ആൻഡ് knowledge. Education never starts from the scratch. It has always a prior foundation. എഡ്യൂക്കേഷൻ ഇടക്ക് വെച്ചിട്ടുണ്ടാകുന്ന ഒന്നല്ല, അത് പ്രയർ ഫൗണ്ടേഷനിൽ കൂടി മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ബേസ് നല്ലതായിരിക്കണം. എന്നാലേ അതായത് ആരംഭത്തിൽ തന്നെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ, നല്ല രീതിയിലുള്ള ശീലങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് തന്നെ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സ്റ്റുഡൻസ് ഫ്രം ദ ഡൊമിനന്റ് ക്ലാസ് ഹാവ് പൊസസ് സോഷ്യലൈസേഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് they themselves internalize and required skills and knowledge during their initial year of schooling. അപ്പോൾ സ്കൂളിന്റെ ആ പ്രാരംഭ കാലഘട്ടങ്ങളിൽ തന്നെ ഡൊമിനന്റ് ക്ലാസ്സിലെ കുട്ടികൾ ഈ സോഷ്യലൈസേഷൻ അവരുടെ നല്ലതാണ്, അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് അവരുടെ എഡ്യൂക്കേഷൻ എപ്പോഴും മെച്ചപ്പെട്ടതാകുന്നു. In the words of Berrido, they possess the code of the message through which they are able to decode the message transmitted in the classroom. Hence, a class background signifies affects one's chance to move upward in the strata. ഞാൻ എൻ്റെ എക്സാമ്പിൾസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഇനി വേറെ രണ്ട് കാര്യങ്ങളാണ് ദ ഹാബിറ്റസ് ആൻഡ് ഫീൽഡ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശീലങ്ങൾ എന്ന് പറയില്ലേ നമ്മൾ, അതുപോലെ ദ ഹാബിറ്റസ് ആൻഡ് ഫീൽഡ് രണ്ട് കൺസെപ്റ്റ്സ് ആണ് ബോർഡോ ഇൻ ഹിസ് ലേറ്റർ വർക്ക് ഡെവലപ്ഡ് ഹിസ് ഐഡിയാസ് ഇൻ ടേംസ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ഹാബിറ്റ്സ് ആൻഡ് ഫീൽഡ്. ഈ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ദിസ് ഹെൽപ്പ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് എ കണക്ഷൻ ബിറ്റ്വീൻ ദ കൾച്ചർ ഓഫ് എ സൊസൈറ്റി ആൻഡ് ദ സ്ട്രക്ചറിങ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇപ്പൊ ഈ ഹാബിറ്റസ് ഇറ്റ് ഹെൽപ്സ് understanding connection between the culture of a society and the structuring ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു കൾച്ചർ ഓഫ് എ സൊസൈറ്റിയും അതുപോലെ സ്ട്രക്ചറിങ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് അതിനകത്തുള്ളതും അത് തമ്മിലുള്ള കണക്ഷനെ മനസ്സിലാക്കാനാണ് ഈ ഹാബിറ്റസ് സഹായിക്കുന്നത്. ഹാബിറ്റസ് അതായത് ശീലങ്ങൾ. ദ ഹാബിറ്റസ് ആർ ദ മെന്റൽ സ്ട്രക്ചർ ദാറ്റ്, ഹാബിറ്റസ് എന്താണെന്ന് ഇവിടെ ഡെഫിനിഷൻ പോലെ പറയുന്നുണ്ട്. ദ ഹാബിറ്റസ് ആർ ദ മെന്റൽ സ്ട്രക്ചർ ദാറ്റ് റെഗുലേറ്റ് ദ പീപ്പിൾ ആക്ട്. ഹാബിറ്റസ് എന്ന് പറയുന്ന ഒരു മെന്റൽ സ്ട്രക്ചർ ആണ്, അത് റെഗുലേറ്റ് ചെയ്യാനാണ് ആളുകൾക്ക് എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കണമെന്ന്. അപ്പോൾ ഇറ്റ് ഈസ് എ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ത്രൂ വിച്ച് പീപ്പിൾ പെർസീവ്. അതൊരു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ആണ്, ഒരു വൈജ്ഞാനിക ഘടനയാണെന്ന്. ഇറ്റ് ഈസ് എ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ത്രൂ വിച്ച് പീപ്പിൾ പെർസീവ്. ആളുകൾ പെർസീവ് ചെയ്യുക, മനസ്സിലാക്കുക, ഗ്രഹിക്കുക, അണ്ടർസ്റ്റാൻഡ്, തിങ്ക്, അതുപോലെ ചിന്തിക്കുക, ആൻഡ് അപ്രിഷിയേറ്റ് സോഷ്യൽ ഫിയറിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഗ്രഹിക്കുക, അതുപോലെ ചിന്തിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ കാര്യങ്ങൾ. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ, അതിനെയാണ് നമ്മളിവിടെ ഹാബിറ്റസ് എന്ന് പറയണം. ദ ഹാബിറ്റസ് ബോത്ത് പ്രൊഡ്യൂസസ് ആൻഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സൊസൈറ്റി. ഹാബിറ്റസ് ബോത്ത് പ്രൊഡ്യൂസസ് ആൻഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സൊസൈറ്റി. സൊസൈറ്റിയാലാണ് ഈ ഹാബിറ്റസ് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, സൊസൈറ്റിയാലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഹാബിറ്റസ് ഈസ് ഡെവലപ്പിംഗ് ത്രൂ ലോങ് ടൈം ഒക്കപ്പേഷൻ ഓഫ് എ പൊസിഷൻ ആൻഡ് എക്സ്പീരിയൻസ് വിത്തിൻ ദ സൊസൈറ്റി. അപ്പൊ ഹാബിറ്റസ് ഈസ് ഡെവലപ്ഡ്, അത് ഡെവലപ്പ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രൂ ലോങ് ടൈം ഒക്കപ്പേഷൻ, നീണ്ട കാലത്തെ തൊഴിൽ, ഓഫ് എ പൊസിഷൻ, ഒരു പൊസിഷനിൽ ഇരുന്ന് നീണ്ട കാലത്തെ പരിചയവും എക്സ്പീരിയൻസും തൊഴിലുള്ള അറിവും അതിൽ കൂടിയാണ് ഹാബിറ്റൻസ് ഫോം ചെയ്യണത് സൊസൈറ്റി. ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഹാവ് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആൻഡ് ലൈഫ് ചാൻസസ് ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ വിഭിന്ന ഗ്രൂപ്പുകൾക്ക് വിഭിന്ന രീതിയിലുള്ള എക്സ്പീരിയൻസും ലൈഫ് ചാൻസസും ഉണ്ട്. സോ നോട്ട് എവരി ഗ്രൂപ്പ് ഹാസ് ദ സെയിം ഹാബിറ്റസ്. അതുകൊണ്ട് തന്നെ ആളുകൾ വിഭിന്ന രീതിയിലുള്ളതാണ്, വിഭിന്ന രീതിയിലുള്ള തൊഴിലാണ് ചെയ്യുന്നത്. അപ്പോൾ വിഭിന്ന രീതിയിലുള്ള പരിശീലനമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ശീലങ്ങളും വ്യത്യാസങ്ങളായിരിക്കും. സോ നോട്ട് എവരി ഗ്രൂപ്പ് ഹാസ് ദ സെയിം ഹാബിറ്റസ്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എവരി ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പിനും ഒരേ ഹാബിറ്റസ് അല്ല ഉള്ളത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് വൺസ് പൊസിഷൻ ഇൻ ദാറ്റ് സോഷ്യൽ വേൾഡ്. സോഷ്യൽ വേൾഡിൽ അയാളുടെ നേച്ചർ ഓഫ് പൊസിഷൻ എന്താണ്, അതനുസരിച്ചിട്ടുള്ള ഹാബിറ്റസ് ആണ് അയാളിൽ ഫോം ചെയ്യണത്. കറന്റ് ഹാബിറ്റസ് ഹാസ് ഓൾവേസ് ഇറ്റ്സ് ക്രിയേഷൻ ആൻഡ് ഒറിജിൻ ഇൻ ദ കോഴ്സ് ഓഫ് കളക്റ്റീവ് ഹിസ്റ്ററി. ഹാബിറ്റസ്, the product of history, produces individual and collective practices, and hence history in accordance with schemes engendered by history. ഇനി മറ്റേ കൺസെപ്റ്റ് ആണ് ഫീൽഡ്.
ദ ഫീൽഡ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ദ ഒബ്ജക്റ്റീവ് പൊസിഷൻസ്. അപ്പോൾ ബോർഡിയോന്റെ രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫീൽഡാണ്. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള ഒരർത്ഥമാണ്. പക്ഷെ ഇവിടെ ഓരോ കാര്യങ്ങൾ ഉടലെടുക്കാനായിട്ടുള്ള അവസരം ഒതുക്കുന്ന ആ വേദിയായിട്ട് നമുക്ക് കണക്കാക്കാം. ദ ഫീൽഡ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻസ് എമംഗ് ദ ഒബ്ജക്റ്റീവ് പൊസിഷൻസ്. ഒബ്ജക്റ്റീവ് പൊസിഷൻസിന്റെ നെറ്റ്വർക്ക് റിലേഷൻസിന്റെ ആ വേദിനെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഫീൽഡ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻസ്, ബന്ധങ്ങളുടെ ആ ഒരു നെറ്റ്വർക്ക് എമംഗ് ദ ഒബ്ജക്റ്റീവ് പൊസിഷൻസ്. അതിനെയാണ് നമ്മൾ ഫീൽഡ് അത് ഉദ്ദേശിക്കണം. ബോറിഡോ സീസ് ദ ഫീൽഡ് ദാറ്റ് ബോത്ത് അണ്ടർ ഗേൾസ് ആൻഡ് ഗൈഡ്സ് ദ സ്ട്രാറ്റജീസ് വെയർ ബൈ ദ ഒക്കപ്പൻസ് ഓഫ് ദിസ് പൊസിഷൻ സീക്സ്. അപ്പൊ ഫീൽഡിൽ ഓരോരുത്തരും ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് അതനുസരിച്ച് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് ഗൈഡ് ചെയ്യപ്പെടുന്നു. ഇൻഡിവിജ്വലി ഓർ കളക്റ്റീവ്ലി ടു സേഫ് ഗാർഡ് ഓർ ഇംപ്രൂവ് ദെയർ പൊസിഷൻ ആൻഡ് ടു ഇമ്പോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് hierarchization favorable to their own products. ഓരോരുത്തർക്കും അവനവന്റെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഈ ഫീൽഡ്സിൽ കൂടി ലഭിക്കുന്നു. അവിടെ ആ പൊസിഷനിൽ നിന്നോട്ട് അവരുടെ ശ്രേണിയിൽ നിന്നുകൊണ്ട് ശ്രേണിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തരാകുക. ദ ഫീൽഡ് ഈസ് ആൻ അറീന ഓഫ് കോമ്പറ്റീറ്റീവ് ബാറ്റിൽസ് ഇൻ വിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ സച്ച് ആസ് എക്കണോമിക്, കൾച്ചറൽ, സോഷ്യൽ, സിംബോളിക് ആർ സ്ട്രാറ്റജിക്കലി യൂസ്ഡ്. അപ്പോൾ എക്കണോമിക്, കൾച്ചറൽ ഫീൽഡ്, എക്കണോമിക് ഫീൽഡ്, സോഷ്യൽ ഫീൽഡ്, സിംബോളിക് ഫീൽഡ്, എഡ്യൂക്കേഷണൽ ഫീൽഡ്, അങ്ങനെ ഓരോ സ്ട്രാറ്റക്കും അതിനേതായ ഫീൽഡ്സ് ഉണ്ട്. ദ സ്ട്രാറ്റജീസ് ഓഫ് ഏജൻസ് ടു സേഫ് ഗാർഡ് ഓർ ഇംപ്രൂവ് ദെയർ സോഷ്യൽ പൊസിഷൻ ഡിപ്പെൻഡ് ഓൺ ദെയർ പൊസിഷൻ ഇൻ ദ ഫീൽഡ്. ബോർഡിയോ സീസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹാബിറ്റ്സ് ആൻഡ് ഫീൽഡ് ഇൻ 2 മെയിൻ വേസ്. അപ്പൊ ഈ ഹാബിറ്റസും ഫീൽഡും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് 2 രീതിയിലുണ്ടെന്നാണ് ബോർഡിയോ പറയുന്നത്. ഓൺ ദ വൺ ഹാൻഡ്, ഒരു രീതി പറയണമെങ്കിൽ ദ ഫീൽഡ് കണ്ടീഷൻസ് ദ ഹാബിറ്റ്സ്. ഹാബിറ്റ്സിനെ കണ്ടീഷൻസ് ചെയ്യണത് ഫീൽഡാണ്. ഓൺ ദ അതർ, മറ്റേ രീതി പറയണമെങ്കിൽ ദ ഹാബിറ്റസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫീൽഡ്. ഹാബിറ്റസ് ഉള്ളത് കൊണ്ടാണ് ഫീൽഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദ ഹാബിറ്റസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഫീൽഡ് ആസ് സംതിങ് ദാറ്റ് ഈസ് മീനിങ് ദാറ്റ് ഹാസ് സെൻസ് ആൻഡ് വാല്യൂ ആൻഡ് ദാറ്റ് ഈസ് വർത്ത് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എനർജി. Thus, there is a dialectical relationship between habitus and field. അപ്പോൾ ഹാബിറ്റസ് ആൻഡ് ഫീൽഡ് തമ്മിലൊരു ഡയലക്റ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ഹിയർ ഇൻ ദ വേർഡ്സ് ഓഫ് ബോറിഡോ, ദാറ്റ് അത് നോക്കിയേക്ക് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. അക്കോർഡിംഗ് ടു ബോറിഡോ, ബിക്കോസ് ഓഫ് സ്ട്രക്ചറൽ ഇൻവാരിയൻസ് എസ്പെഷ്യലി ഹാബിറ്റസ് ആൻഡ് ഫീൽഡ്സ്, ദർ ഈസ് എ ടെൻഡൻസി ടു ജനറേറ്റ് എ സ്പെസിഫിക് ടേസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ് ഇൻ ദ സോഷ്യൽ വേൾഡ്, which in turn is closely related to education. Taste, class and education. In his empirical study Distinction, a social critique of the judgment of taste, Bourido discussed the aesthetic preference of different social groups. Aesthetic preferences different social groups അത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. In this work, Bourido is attempting to show that how the people's taste and lifestyles are related to their socialization and education. അപ്പൊ ഈ വർക്കിൽ അദ്ദേഹം ശ്രമിച്ചത് എന്ത് കാണിക്കാനാണ്? ടു ഷോ ദാറ്റ് ഹൗ ദ പീപ്പിൾസ് ടേസ്റ്റസ് ആൻഡ് ലൈഫ് ലൈസ്, ആളുകളുടെ ടേസ്റ്റുകളും ലൈഫ് സ്റ്റൈലും അതെന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം, ആ റിലേറ്റഡ് ടു ദെയർ സോഷ്യലൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അവർക്ക് ലഭിച്ച സോഷ്യലൈസേഷനും എഡ്യൂക്കേഷനും എങ്ങനെയാണ്, അതനുസരിച്ചാണ് അവരുടെ ടേസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈല് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. ഹി ആർഗ്യൂസ് ദാറ്റ് ദർ ഈസ് എ വെരി സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൾച്ചറൽ പ്രാക്ടീസ് ടു എഡ്യൂക്കേഷണൽ ക്യാപിറ്റൽ ആൻഡ് സെക്കൻഡറി ടു സോഷ്യൽ ഒറിജിൻ. ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ് ഹാവ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസിന് ഡിഫറെൻറ്റ് ടേസ്റ്റും ലൈഫ് സ്റ്റൈലും ഉണ്ട്. ഓൾസോ ദീസ് ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ് ഹാവ് ഓൾസോ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രസ്റ്റേജ്. അപ്പോൾ അവരുടെ ടേസ്റ്റും ലൈഫ് സ്റ്റൈലും വ്യത്യസ്തങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ പ്രസ്റ്റീജസിനും വിഭിന്ന ഗ്രൂപ്പുകളുടേത് വിഭിന്നങ്ങളായിരിക്കും. Therefore, cultural capital can take various forms in terms of aesthetic preference, such as taste in art, films, music, and food, and also in terms of educational ക്വാളിഫിക്കേഷൻസ് ആൻഡ് നോളജ്. അപ്പോൾ എല്ലാത്തിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുമെന്ന്. അക്കോർഡിംഗ് ടു ബോർഡോ, ദർ ആർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കൾച്ചറൽ ക്യാപിറ്റൽ. കൾച്ചറൽ ക്യാപിറ്റലിന് ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അദ്ദേഹം അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3ആയിട്ട്. ഫസ്റ്റ് വൺ ലെജിറ്റിമേറ്റ് കൾച്ചർ.
ലെജിറ്റിമേറ്റ് കൾച്ചർ ഈസ് ദ കൾച്ചർ ഓഫ് ദ ഡൊമിനന്റ് ക്ലാസ്. ഡൊമിനന്റ് ക്ലാസിന്റെ കൾച്ചറിനെയാണ് ലെജിറ്റിമേറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് അലൗസ് ആൻഡ് അപ്രിസിയേഷൻ ഓഫ് വാട്ട് ഈസ് റിഗാർഡഡ് ആസ് ഹൈ ആർട്ട്. ഹൈ ആർട്ട്, ക്ലാസിക്കൽ മ്യൂസിക്, സീരിയസ് ലിറ്ററേച്ചർ, ഇതൊക്കെ ഇതിനകത്ത് പെടുന്നതാണ് ലെജിറ്റിമേറ്റ് കൾച്ചറിൽ. ഇനി മിഡിൽ ബ്രോ കൾച്ചർ ഇൻവോൾവ്സ് ആൻ അപ്രിസിയേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മേജർ ആർട്ട് ഫോംസ്, ബട്ട് മൈനർ വർക്ക്സ് ആർ പ്രിഫേർഡ് ടു ദോസ് വിത്ത് ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റിക് മെറിറ്റ്. ഇനി മൈനർ വർക്ക് ആണെങ്കിലും അതിലെ ആർട്ടിസ്റ്റിക് വർക്ക് വളരെ മെച്ചപ്പെട്ടതാണെങ്കിൽ അതും ഈ മിഡിൽ ബ്രോ കൾച്ചറിൽ പെടും. ഫോർ എക്സാമ്പിൾ, ഇൻ ടേംസ് ഓഫ് മ്യൂസിക് ദിസ് മൈറ്റ് ഇൻവോൾവ് ആൻ അപ്രീസിയേഷൻ ഓഫ് ഗ്രവിൻസ് Rhapsody in Blue rather than the work of great classical composers such as Beethoven and Mozart. In popular taste, third one is akin to that might be seen as mass or popular culture and involves. അത് പൊതുവായിട്ടുള്ള കോമൺ പീപ്പിൾസിൻ്റെ മാസ് ഓർ പോപ്പുലർ കൾച്ചർ ആൻഡ് ഇൻവോൾവ്സ്. ഫോർ എക്സാമ്പിൾ, പോപ്പ് മ്യൂസിക്. പീപ്പിൾ ഇൻ ദ സൊസൈറ്റി ലേൺ ടു എക്സ്പ്രസ് ഗുഡ് ടേസ്റ്റ് ത്രൂ അപ്ബ്രിംഗിങ് ആൻഡ് എഡ്യൂക്കേഷൻ. The people with the legitimate taste can have easy access to the culturally advanced networks. അപ്പോൾ people with the legitimate taste ഉള്ള ആളുകൾക്ക് have easy access to culturally advanced network. culturally advanced നെറ്റ്വർക്കിന് കൊണ്ട് എത്തിപ്പെടാനായിട്ട് ഇവർക്ക് കൂടുതൽ സൗകര്യങ്ങളുണ്ട് ലെജിറ്റിമേറ്റ് ടേസ്റ്റ് ഉള്ള ആളുകൾക്ക്. ബോർഡോ ആർഗ്യൂ ദാറ്റ് the education system attach the highest value to legitimate taste. ബോർഡോ ആർഗ്യൂ ചെയ്യുന്നത് that the education സിസ്റ്റം എപ്പോഴും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹയസ്റ്റ് വാല്യൂ ഓഫ് ലെജിറ്റിമേറ്റ് ടേസ്റ്റുമായിട്ടാണ്. ദ ട്രാൻസ്മിഷൻ ഓഫ് ദ കൾച്ചറൽ ക്യാപിറ്റൽ ഇൻ ദ ഫോം ഓഫ് എ പർട്ടിക്കുലർ വാല്യൂഡ് സൈസ് ആൻഡ് ദ സ്റ്റൈൽസ് ഓഫ് ദെയർ പ്രസന്റേഷൻ ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഡിഫറെൻറ്റ് സോഷ്യലൈസേഷൻ വേരിയൻസ്. Therefore, those who grown up with legitimate taste find it easier to succeed in the education system and they are also likely to stay longer. അപ്പോൾ ലെജിറ്റിമേറ്റ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത അവർക്ക് അവസരങ്ങൾ കൂടുതലാണ്, ചാൻസസ് കൂടുതലാണ്, ലൈഫ് സ്റ്റൈലിൽ മെച്ചപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ നന്നായിട്ട് എഡ്യൂക്കേഷനിൽ മുന്നോട്ട് പോകാൻ പറ്റും. ബോറിഡോ ആർഗ്യൂസ് ദാറ്റ് എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ് ഓർ വെൽ പെയ്ഡ് ജോബ് ഈസ് സോളൻലി നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ഗുഡ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ടേസ്റ്റ് ബട്ട് ഇറ്റ് ഷ്യൂർലി ഹെൽപ്സ്. അപ്പോൾ പ്രത്യേക ഒരു രുചി കൊണ്ടല്ല, ഒരു താല്പര്യം കൊണ്ടല്ല ഓരോരുത്തരും നല്ല ജോലി നല്ല രീതിയിൽ എത്തുക എന്നുള്ളത്. അത് വേറെയും ചില കാര്യങ്ങൾ ഇവിടെ അതിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രൈവറ്റ്ലി എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് സ്റ്റുഡൻസ് ഓഫൺ ഹാഡ് ഡീറ്റെയിൽഡ് നോളജ് ഓഫ് പ്രീമിയർ യൂണിവേഴ്സിറ്റീസ് വിച്ച് ദേ ഹാഡ് അക്വയർഡ് ഫ്രം ബോത്ത് ഫാമിലി ആൻഡ് സ്കൂൾ. അതിന് എക്സാമ്പിൾ തന്നിരിക്കുന്ന പ്രൈവറ്റ് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് സ്റ്റുഡൻസ്, അവർക്ക് നല്ല കോളേജ് ഏതാണ്, യൂണിവേഴ്സിറ്റി ഏതാണ്, എങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നൊക്കെ അവർക്ക് അറിവുണ്ട്. ഇറ്റ് ഓൾസോ ഷേപ്സ് ടീച്ചേഴ്സ് പെർസെപ്ഷൻ ഓഫ് ദെയർ സ്റ്റുഡൻസ്. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ആ പെർസെപ്ഷനും സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബോർഡോസ് അതർ മേജർ കൺസെപ്റ്റ് ഓഫ് ദ കൾച്ചറൽ അൺകോൺഷ്യസ് റിസൊണേറ്റ് സ്ട്രോങ്ലി വിത്ത് ദ നോഷൻ ഓഫ് habitus. It refers to the tacit, assumed and unspoken grounds which precondition any cultural production. ഈ മറ്റേത് അതിൻ്റെ താഴെ വരുന്ന കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ളതാണ്, വായിച്ചു നോക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയേക്കാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ലെറ്റർ സമ്മപ്പ് കൂടി നോക്കിയേക്കുക. ദ ഐഡിയ ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ മേക്സ് റെഫറൻസ് ടു ദ ഡൈനാമിക് പ്രോസസ് ഓൺ ദ വൺ ഹാൻഡ് ആൻഡ് ദ സ്റ്റാറ്റിക് ആസ്പെക്ട് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഓൺ ദ അതർ. അപ്പോൾ ഐഡിയ ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ അത് തരുന്ന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? റെഫറൻസ് ടു ദ ഡൈനാമിക് പ്രോസസ് ഓൺ ദ വൺ ഹാൻഡ്. അപ്പോൾ ഇവിടെ സോഷ്യൽ മൊബിലിറ്റി എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഡൈനാമിക് പ്രോസസ്സ് ഒരു വശത്ത് നടക്കണമെങ്കിൽ സ്റ്റാറ്റിക് ആസ്പെക്ട് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ മറ്റിടത്തും ഉണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷനിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻ ദിസ് യൂണിറ്റ് വി ഹാവ് ട്രൈ ടു അനലൈസ് ദ ഐഡിയ ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ ത്രൂ ദ പ്രിസം ഓഫ് മാർക്സിസ്റ്റ് ട്രഡീഷൻ, ഡർക്ക്മാൻ
tradition, ethnomethodological tradition, and structuralist tradition, and most exclusively and comprehensively through Bourdieu's prism. അപ്പോൾ ആദ്യം മാർക്സിസ്റ്റ് ട്രഡീഷൻ, ഡർക്കിംസ് ട്രഡീഷൻ, എത്നോമെത്തഡോളജിക്കൽ ട്രഡീഷൻ, സ്ട്രക്ചറലിസ്റ്റ് ട്രഡീഷനൊക്കെ അനുസരിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ കൾച്ചർ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ വളരെ കോംപ്രിഹെൻസീവായിട്ടും എക്സ്ക്ലൂസീവായിട്ടും ബോർഡിയോസ് പ്രിസവും ത്തിലൂടെയും ഈ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കി. ബോറിഡോ അപ്രോപ്രിയേറ്റ്ലി കൺക്ലൂഡഡ് ദാറ്റ് ദ മെയിൻ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ജനറേഷൻ ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ. ബോറിഡോ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് മെയിൻ റോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ. ജനറേഷൻ ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ ആണ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും മെയിൻ റോൾ എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. ദ റീപ്രൊഡക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ഓഫ് പവർ ആൻഡ് പ്രിവിലേജസ് between social classes, social stratification and inequalities reproduced in the educational institution. അപ്പോൾ ഇവിടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഇനീക്വാലിറ്റി ഒക്കെ നമ്മൾ കണ്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് സൊസൈറ്റിയിൽ. വളരെയധികം എഡ്യൂക്കേഷൻ ഫീൽഡിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഈ സ്ട്രാറ്റിഫിക്കേഷനും അതുപോലെ ഇനീക്വാലിറ്റിയും ഒക്കെ ഉണ്ട്. ഇനി എഡ്യൂക്കേഷണൽ സിസ്റ്റം അപ്പോൾ ഹൈ ക്ലാസ്സിന് കിട്ടുന്ന പോലെയുള്ള അവസരങ്ങളല്ല ലോവർ ക്ലാസ്സിന് കിട്ടുന്നത്. ഇൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം ലെജിറ്റിമേറ്റ് culture is rewarded and appreciated. On the one hand, the underprivileged status of the lower class is justified by examination failure and self-elimination. On the other, the privileged status of dominant class is legitimated by educational achievements and successes. ഇനി ഇവിടെ തന്നിരിക്കുന്ന കീവേഡ്സ് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക. സിംബോളിക് വയലൻസ്, സിംബോളിക് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ മെയിനായിട്ട് കുറച്ച് പോയിന്റ്സ് ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള അവിടെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ബോറിഡോ, കൾച്ചറൽ റീപ്രൊഡക്ഷൻ ഈസ് ദ സോഷ്യൽ പ്രോസസ് ത്രൂ വിച്ച് കൾച്ചർ ഈസ് റീപ്രൊഡ്യൂസ്ഡ് അക്രോസ് ജനറേഷൻസ്, എസ്പെഷ്യലി ത്രൂ ദ സോഷ്യലൈസിങ് ഇൻഫ്ലുവൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇൻ റീപ്രൊഡ്യൂസിങ് ദ കൾച്ചർ ഓഫ് ദ ഡൊമിനന്റ് ക്ലാസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി രണ്ടാമത്, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ ഫ്രം ദ ലെൻസ് ഓഫ് മാർക്സിസ്റ്റ് ട്രഡീഷൻ. മാർക്സിസ്റ്റ് ട്രഡീഷൻ അനുസരിച്ച് കൾച്ചർ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്സിസ്റ്റ് ട്രഡീഷൻ മെയിൻലി എംഫസിസ് ദാറ്റ് ഹൗ ദ കമ്പോണൻസ് ഓഫ് എ മാർക്കറ്റ് കൾച്ചർ ആർ റീപ്രൊഡ്യൂസ്ഡ് സച്ച് ദാറ്റ് ദ റിയൽ റിലേഷൻ ദാറ്റ് ബിഫിറ്റ് ദ ഓൾഡ് ഓർഡർ റിമെയിൻ ഇൻടാക്റ്റ് ആൻഡ് ഹിഡൻ. അപ്പോൾ പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നുണ്ടെങ്കിലും പഴയ കാഴ്ചപ്പാടുകളാകെ മാറിയിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ, പുതിയ കാര്യങ്ങളുടെ പിന്നിൽ പഴമയുടെ ആ ക്ലാസ് സ്ട്രഗിളും ക്ലാസ്സിലുണ്ടാകുന്ന ഡിഫറൻസും ക്ലാസ് ദൂഷ്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടെന്നാണ് മാർക്സിസ്റ്റ് ട്രഡീഷൻ പറയുന്നത്. ഇനി അടുത്തത് ഡർക്കിമിൻ്റെയാണ്. ഇൻ ഓപ്പോസിറ്റ് ടു ദ മാർക്സ് അപ്രോച്ച്, ഡർക്കിം ഈസ് ഇൻഫോമിങ് അസ് ദ വെരി നെസസിറ്റി ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ. കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ വളരെ ആവശ്യമുള്ള ഒന്നാണെന്നാണ് ഡർക്കിം പറയുന്നത്. ഹി പ്രപ്പോസ്ഡ് ദ അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് സെക്യുലർ ക്രെഡോ ദാറ്റ് വിൽ എൻഷുർ റീപ്രൊഡക്ഷൻ ഓഫ് സോളിഡാരിറ്റി ഇൻ ദ ഫേസ് ഓഫ് ചേഞ്ച്. ചേഞ്ചിൻ്റെ ആ മുഖങ്ങളിൽ എപ്പോഴും സോളിഡാരിറ്റി ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ഇറ്റ് എൻഷുർ റീപ്രൊഡക്ഷൻ ഓഫ് സോളിഡാരിറ്റി ഇൻ ദ ഫേസ് ഓഫ് ചേഞ്ച്. ഇനി അടുത്ത ഭാഗത്തിൽ ചെക്ക് യുവർ പ്രോഗ്രസ് 2 ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ലെജിറ്റിമേറ്റ് കൾച്ചർ എന്ന്. അപ്പോൾ ലെജിറ്റിമേറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ കൾച്ചർ ഓഫ് ദ ഡൊമിനൻ്റ് ക്ലാസ് ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ ഡൊമിനൻ്റ് ക്ലാസിൻ്റെ കൾച്ചറിനെയാണ് ഇവിടെ ലെജിറ്റിമേറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ആൻ അപ്രീസിയേഷൻ ഓഫ് വർക്ക്സ് ഓഫ് ആർട്ട് ഇൻ ഫീൽഡ്സ് സച്ച് ആസ് മ്യൂസിക് ആൻഡ് പെയിൻറ്റിംഗ് വിച്ച് ആർ കൺസിഡേർഡ് ടു ബി ദ ഹൈറ്റ് ഓഫ് ഗുഡ് ടേസ്റ്റ്. പിന്നെ അടുത്തത്, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പോപ്പുലർ ടേസ്റ്റ്, ദ ലോവസ്റ്റ് ഫോം ഓഫ് കൾച്ചർ. അതാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് മ്യൂസിക് ആൻഡ് സോങ്സ് ടോട്ടലി ഡിവോയ്ഡ് ആർട്ടിസ്റ്റിക് അംബിഷൻ ഓർ പ്രിറ്റൻഷൻ. ഇനി ലാസ്റ്റ് വൺ, രണ്ട് കാര്യങ്ങളുണ്ട്. ദർ ഇസ് എ ഡയലറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹാബിറ്റസ് ആൻഡ് ഫീൽഡ്. ഹാബിറ്റസ് ആൻഡ് ഫീൽഡ് തമ്മിലുള്ള ഒരു ഡയലറ്റിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓൺ ദ വൺ ഹാൻഡ് ദ ഫീൽഡ് കണ്ടീഷൻസ് ദ ഹാബിറ്റ്സ്. ഫീൽഡ് ഹാബിറ്റ്സിന് കണ്ടീഷൻസ് ചെയ്ത് കൊടുക്കണം.
അതുപോലെ ഓൺ ദ അതർ ഹാൻഡ് ദ ഹാബിറ്റസ് ഉണ്ടാക്കി കൊടുക്കുന്നു ദ ഫീൽഡ്. ദ ഹാബിറ്റസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫീൽഡ്സ് ആർ സംതിങ് ദാറ്റ് ഇസ് മീനിങ് that has sense and value and that is worth the investment of energy. പിന്നെ ലാസ്റ്റ് വൺ ഡിസ്കസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ റീപ്രൊഡക്ഷൻ ദ സിംബോളിക് വയലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഈസ് ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ വിച്ച് സിംബോളിക് വയലൻസ് ഇസ് പ്രാക്ടീസ്ഡ് ഓൺ പീപ്പിൾ. അപ്പോൾ എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണ് ഇസ് ദ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ വിച്ച് സിംബോളിക് വയലൻസ് ഇസ് പ്രാക്ടീസ്ഡ് ഓൺ പീപ്പിൾ. ആളുകളുടെ ഇടയ്ക്കിൽ സിംബോളിക് വയലൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഏറ്റവും മേജർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എഡ്യൂക്കേഷണൽ സിസ്റ്റം. ദ ലാംഗ്വേജ്, ദ മീനിങ്സ്, ദ സിംബോളിക് സിസ്റ്റം ഓഫ് ദോസ് ഇൻ പവർ ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ റെസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ്. അപ്പോൾ ഇതോടുകൂടി BSOE 148 സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ള ആ കോഴ്സ് കംപ്ലീറ്റ് ആകുകയാണ്. അപ്പോൾ ഇതിലാകെ 12 യൂണിറ്റ്സ് ആണുള്ളത്. പഠിക്കാൻ കുറേം കൂടി എളുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉള്ള ഒരു കോഴ്സും കൂടിയാണ്. ഇതിനകത്ത് ഓരോ യൂണിറ്റ്സും, ഈ കോഴ്സിലുള്ള ഓരോ യൂണിറ്റ്സിൽ നിന്നും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എപ്പോഴും ഏറ്റവും നന്നായിട്ട് പഠിക്കുക. പിന്നെ ഓരോ യൂണിറ്റ്സ് എടുക്കുമ്പോഴും ഞാൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പഠിക്കുക. എപ്പോഴും ഓരോ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് അതിലെ കീ വേർഡ്സിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.